ഹായ് നമസ്കാരം, ഞാൻ മുബാറക്കാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമുക്ക് റേസർ പേയിൽ ഒരു പേയ്മെൻറ്റ് പേജ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ റേസർ പേയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ റേസർ പേയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേസർ പേയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എങ്ങനെ നമുക്ക് റേസർ പേയിൽ പേയ്മെൻറ്റ് പേജ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യാം. നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ സൈൻ അപ്പ് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് റേസർ പേ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഡാഷ്ബോർഡ്. അപ്പോൾ ഇതിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്, കാരണം പഴയ ഇൻ്റർഫേസ് ഈ രീതിയിലായിരുന്നില്ല, വേറെ രീതിയിലായിരുന്നു. അപ്പോൾ ഇതാണ് പുതിയൊരു ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ ഇതിലെങ്ങനെ നമുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഫസ്റ്റ് നോക്കാം. അപ്പോൾ പേയ്മെൻറ്റ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പേയ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസിലേക്ക് വരും. അപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് ലിങ്ക്, പേയ്മെൻറ്റ് പേജസ് എന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ പേയ്മെൻറ്റ് പേജസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പേയ്മെൻറ്റ് പേജസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രിയേറ്റ് പേയ്മെൻറ്റ് പേജ് എന്നുള്ളത് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സെലക്ട് പേയ്മെൻറ്റ് പേജ് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റിലുള്ള ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്, സെലക്ട് പേയ്മെൻറ്റ് പേജ് എന്നുള്ളത്. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റിൽ ആ ഒരു അക്കൗണ്ടിൻ്റെ പേര് ഇവിടെ കാണിക്കും. പിന്നീട് ഇവിടെ കാണാൻ പറ്റും ലോഗോ, ഇവിടെ ലോഗോ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു ടൈറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ടൈറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സാമ്പിളായിട്ടുള്ള ടൈറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടാമതായിരുന്നത് ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെല്ലാം കാര്യങ്ങളാണോ നിങ്ങളിപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്ന ആളുകളോട് പറയാനുള്ളത് അതെല്ലാം തന്നെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. ഒന്നെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ സർവീസിനെ പറ്റിയിട്ടോ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും, അതിൻ്റെ ഈ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് പ്രൊസീജിയർ എന്നുള്ളതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ തന്നെ വീഡിയോ കാര്യങ്ങളും ഇതൊക്കെ സ്റ്റൈലായിട്ടൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. അതിന് താഴെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ കാണാൻ പറ്റും. ഹെഡിങ് ആയിട്ട് എല്ലാം തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. URL ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം, എല്ലാം ചെയ്യാൻ പറ്റും. പിന്നീട് സോഷ്യൽ മീഡിയ ഐക്കൺസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഞങ്ങളുടെ കോൺടാക്ട് നമ്പറും ഇമെയിൽ ഐഡിയാണ് ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. ഇത്രയും ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും എമൗണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒരു ടിക്കറ്റ്സ്, ഒരു ഇവൻറ്റ്സിനൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൈസ് ഇവൻറ്റിനാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റിനെ ബേസ് ചെയ്ത് കൊടുക്കാം. അതല്ല നിങ്ങൾ എന്തെങ്കിലും സർവീസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ ഫിക്സ്ഡ് പ്രൈസ് കൊടുക്കാം. അല്ലെങ്കിൽ കസ്റ്റമറിന് തന്നെ എൻട്രി ചെയ്യുന്ന രീതിയിലും കൊടുക്കാം. അപ്പോൾ 3 രീതിയിലും സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ പ്രൈസ് ഫീൽഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ഐറ്റം വിത്ത് ക്വാണ്ടിറ്റി. അപ്പോൾ ഐറ്റം വിത്ത് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റിൻ്റെ പ്രൈസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാം. പ്രൈസ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ 100 രൂപയാണ് ടിക്കറ്റിന് എന്നുള്ളത് കൊടുക്കാം. എമൗണ്ട് അല്ലെങ്കിൽ ടിക്കറ്റ് അങ്ങനെ ഒന്നും കൊടുക്കാം. 100 രൂപയാണ് ടിക്കറ്റിന് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഇവിടെ ജസ്റ്റ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അവർക്ക് എത്ര ടിക്കറ്റാണോ വേണ്ടത് എന്നുള്ളതിനനുസരിച്ച് ഇവിടെ പ്രൈസിൽ മാറ്റം വരും. ആ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ അതല്ല, ഇപ്പോൾ ഞാൻ ഇതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ഫിക്സ്ഡ് എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഫിക്സ്ഡ് എമൗണ്ട് എന്നുള്ള രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് മുകളിലേക്ക് ഡ്രാഗ് ചെയ്തിടാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഒരു 10,000 രൂപ എന്നുള്ള രീതിയിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഇനി കസ്റ്റമർ ഡിസൈഡ് എമൗണ്ട് എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അവിടെ എൻ്റർ പ്രൈസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആണോ എൻ്റർ പ്രൈസ് എന്നുള്ള രീതിയിൽ ആ രീതിയിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇൻപുട്ട് ഫീൽഡുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഓൾറെഡി ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും ഉണ്ടാവും. നിങ്ങൾക്ക് വാട്സപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വാട്സപ്പ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ വാട്സപ്പ് എന്നുള്ള രീതിയിൽ വാട്സപ്പ് നമ്പർ എന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് സാമ്പിൾ ആയിട്ട് ചെയ്ത് മാത്രം. ഇതേപോലെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ കളക്ട് ചെയ്യേണ്ടത് അത് കൊടുക്കാം. ഇപ്പം ഡ്രോപ്പ് ഓൺ ഡൗൺ കൊടുക്കാം, പിൻ കോഡ് കൊടുക്കാം, പാൻ നമ്പർ കളക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കളക്ട് ചെയ്യാം, URL കളക്ട് ചെയ്യണമെങ്കിൽ കളക്ട് ചെയ്യാം, തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ മുകളിൽ പേയ്മെൻറ്റ് റെസിപ്റ്റ്, പേജ് സെറ്റിങ്സ്, അതേപോലെ തന്നെ ക്രിയേറ്റ് ആൻഡ് പബ്ലിഷ് പേജ് എന്നുള്ള 3 ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ പേയ്മെൻറ്റ് റെസിപ്റ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. കസ്റ്റമറിന് മെയിലായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ സെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഷോ കസ്റ്റമർ ഇൻഫർമേഷൻ ഓൺ റെസിപ്റ്റ് എന്നുള്ളത്, അതായത് അവരുടെ നമ്പറും ഫോൺ നമ്പറൊക്കെ റെസിപ്റ്റിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ പേയ്മെൻറ്റ് റെസിപ്റ്റിൻ്റെ ഈ ഒരു ഓപ്ഷൻ കഴിഞ്ഞാൽ പിന്നെ പേജ് സെറ്റിങ്സ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. കാരണം ഇപ്പോൾ ഒരാൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ എങ്ങനെയാണ് നമ്മൾ ഗൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ നമ്മൾ ഡിസൈഡ് ചെയ്യുക.
ഇപ്പോൾ പേജ് സെറ്റിങ്സിലാണ് ഇപ്പോൾ ഒരാൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നേരെ നിങ്ങളെ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അവർക്കൊരു മെസ്സേജ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കാണിക്കുക. അതായത് ആ ഒരു മെസ്സേജിൽ പറയാം നിങ്ങളെ ഈ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ ഇവന് വരുമ്പോൾ അതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് കൊണ്ടുവരണം എന്നൊക്കെ, അല്ലെങ്കിൽ മെയിലിലേക്ക് അയച്ചിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യണം, അങ്ങനെ എന്താണ് വേണ്ടത് ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാം. അതേപോലെ തന്നെ ചില ആൾക്കാർ ഡിജിറ്റൽ പ്രോഡക്റ്റുകളൊക്കെ സെല് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു പ്രൊഡക്റ്റ് ഡൗൺലോഡ് ആവാനുള്ള ലിങ്കും നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നേരെ എന്ത് ചെയ്യും, അവർ നമ്മൾ ആ പ്രൊഡക്റ്റ് ഡൗൺലോഡിങ്ങിൻ്റെ URL ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ പേയ്മെൻറ്റ് ചെയ്ത് വിടാൻ തന്നെ ആ ഒരു പ്രൊഡക്റ്റ് ഡൗൺലോഡ് ആവും. അപ്പോൾ ആ രീതിയിലും ചെയ്യാം. ഇനി അതല്ല നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ആ റീഡയറക്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ URLും മുമ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണാൻ പറ്റും ആക്ഷൻ ആഫ്റ്റർ സക്സസ്ഫുൾ പേയ്മെൻറ്റ് എന്നുള്ളത് എന്താണ് വേണ്ടത് എന്നുള്ളത് ചോദിക്കും. അപ്പോൾ ഇതാണ് കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുക, റീഡയറക്റ്റ് യുവർ വെബ്സൈറ്റ് എന്നുള്ളത്. പിന്നെ അങ്ങനെ റീഡയറക്റ്റ് ചെയ്യേണ്ട അവരെ എന്താണോ വേണ്ടത് എന്നുള്ളത് അവരോട് ജസ്റ്റ് ഇൻഫോം ചെയ്താൽ മതി. അതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഷോ കസ്റ്റം മെസ്സേജ് എന്നുള്ളത് കാണിക്കുക. ഷോ കസ്റ്റം മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആ പേജിൽ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ, അതല്ല അവർക്ക് മെസ്സേജ് ആയിട്ടൊന്നും പോകില്ല. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ക്രിയേറ്റ് ഓർഡർ ഓൺ ഷിപ്പ് റോക്കറ്റ് എന്നുള്ളത്. അതായത് ഒരാൾ ഇത് പേയ്മെൻറ്റ് പേജിൽ വന്നിട്ട് പേയ്മെൻറ്റ് ചെയ്തു ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളിപ്പം വെബ്സൈറ്റും കാര്യങ്ങളൊന്നും ജസ്റ്റ് പേയ്മെൻറ്റ് പേജ് സെറ്റ് ചെയ്തിട്ട് അയച്ചു കൊടുക്കാമെന്നായിരിക്കും. അപ്പം അവരെന്ത് ചെയ്യുക, നിങ്ങളെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷിപ്പ് റോക്കറ്റിലേക്ക് ഇത് എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഷിപ്പ് റോക്കറ്റിലേക്ക് എന്ത് ചെയ്യും, ഇവരെ പേയ്മെൻറ്റ് ചെയ്ത ആളുടെ ആ ഡീറ്റെയിൽസ് അതിലേക്ക് അതിൻ്റെ ഡാഷ്ബോർഡിലേക്ക് അപ്ഡേറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് നേരെ അവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി, ഓർഡർ അവിടെ നിന്ന് ആക്സെപ്റ്റ് എന്ന് കൊടുത്തിട്ട് നേരെ ആ ലാബിലും കാര്യങ്ങളും പ്രിൻ്റ് എടുത്ത് നേരെ അവർക്ക് ഷിപ്പ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യാൻ പറ്റും. ഇത്രയും ചെയ്തതിന് ശേഷം സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇനിയാണ് ക്രിയേറ്റ് പബ്ലിഷ് ആൻഡ് പേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു URL ആണ് നിങ്ങൾക്ക് കസ്റ്റമറിന് അയച്ചു കൊടുക്കാൻ കസ്റ്റമറിനൊക്കെ അയച്ചു കൊടുക്കേണ്ടത് ഈ ഒരു URL ആണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു കാര്യം ചെയ്യുക. ഇനി നിങ്ങൾക്ക് ബാക്കിലേക്ക് വന്നിട്ട് ആ ഒരു പേജ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തുന്നെങ്കിൽ വീണ്ടും ഇവിടെ ചെയ്യാം. ഇവിടെ കാണാൻ പറ്റും, കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ ഒരു പേജ് എഡിറ്റ് ചെയ്യാനുള്ളതിലേക്ക് പോകും. അപ്പോൾ ഇവിടെ എഡിറ്റ് പേജ് കൊടുക്കാം. അതേപോലെ തന്നെ സെറ്റിങ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ സെറ്റിങ്സിൽ മാറ്റങ്ങൾ വരുത്താം. എത്ര ട്രാൻസാക്ഷൻ നടന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ എഡിറ്റ് പേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു എഡിറ്റ് പേജിലേക്ക് പോയിട്ട് ഇവിടെ നിന്നും മാറ്റങ്ങളൊക്കെ വീണ്ടും വരുത്തണമെങ്കിലൊക്കെ വരുത്താം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് റേസർ പേയിൽ പേയ്മെൻറ്റ് പേജ് സെറ്റപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.